വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്രൈറ്റൺ സീ ലൈഫ് അക്വേറിയം. നല്ല രസമാണ്. ഞങ്ങൾ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര ആംബിയൻസ്. ആദ്യത്തെ അക്വേറിയം തന്നെ ഇതെന്തോ ഒരു ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. നല്ല എന്താണെന്ന് മനസ്സിലായില്ല. വേറെ ഫിഷുകളൊന്നും അതിനകത്ത്, മീനുകളൊന്നും അതിനകത്തില്ലായിരുന്നു. ഇതെന്തോ തരം ഷെല്ലുകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഞങ്ങളിങ്ങനെ അവനെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോകുന്ന ബ്ലാക്ക് സീ കുക്കുംബറാണ്. ആ കിടക്കുന്നതൊക്കെ ബ്ലാക്ക് സീ കുക്കുംബറാണ്. ഇങ്ങനെ അതിനെയൊക്കെ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് നോക്കുമ്പോൾ ഇതേ അതിലേക്കൊരു ഞണ്ട് ഇങ്ങനെ പെട്ട് കിടക്കുന്നു. അവനിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് അതിനകത്ത് നടക്കാൻ, മുന്നോട്ടും എൻ്റെ ഇടയ്ക്കൂടെയൊക്കെ എഴഞ്ഞു വരിഞ്ഞ് അവൻ നീങ്ങുന്നുണ്ട്. ഇതിനകത്ത് ബ്ലാക്ക് സീ കുക്കുംബറാണ്. ഞാൻ അതിനെ ഇങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് നേരെ അടുത്ത വേറെ ഏതോ ഒരു ടൈപ്പ് മീൻ. ഞങ്ങളധികം പേരൊന്നും വായിക്കാൻ നിന്നില്ല, ഞങ്ങൾ കാണാനുള്ള തിരക്കായതുകൊണ്ട്. അടുത്ത സെഷൻ ഒരുത്തൻ വായും പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ കുഞ്ഞുങ്ങളാണ് സൈഡിലെന്ന് തോന്നുന്നു. നല്ല ആംബിയൻസ് കേട്ടോ, നല്ല രസമായിട്ട് ഇവർ ഭംഗിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കടലിൻ്റെ ആംബിയൻസും കടൽ മീനുകളാണിത്. ഇത് മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് ചില സാധനങ്ങളിലൊന്നുമില്ല, ചിലയിടത്ത് നമുക്ക് ആക്സസ് ഇല്ല. മെയിൻ്റനൻസ് നടക്കുകയാണ്. മീനുകളെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടമായിട്ട് ഫുഡിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, നോക്കി നടക്കുമെന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് നടക്കുന്നു. ഇത് വോൾസിൽ ഓരോ മീനുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളധികം വായിക്കാനൊന്നും നിന്നില്ല. ആൾക്കാരൊക്കെ ഉണ്ട്, അത്യാവശ്യം വലിയ തിരക്കില്ല എങ്കിലും ആൾക്കാരുണ്ട്, കാണാനുണ്ട്. നല്ല വലിയ മീനുകൾ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രസമായിട്ട് അവന്മാർ മീനുകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നു. ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഈ വാൾസിലെല്ലാം ഉള്ളത് മീനുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഓരോ കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങളതും കണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്ന് മീനുകളെല്ലാം കൊണ്ട് ഇതിൽ മൊത്തത്തിലൊരു കടലിൻ്റെ അറ്റ്മോസ്ഫിയറാണ് ഇവരെല്ലായിടത്തും കൊടുക്കാൻ നോക്കിയിട്ടുള്ളത്. ഞങ്ങൾ നേരെ ഒരു അടുത്തായിട്ട് ചെല്ലുന്നത് ഒരു കഫേയാണ്. അവിടെ ആൾക്കാരിരുന്ന് കോഫി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നേരെ മുന്നോട്ടേക്ക് നടന്നു. അടുത്ത സെഷൻ ഓഫ് മീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ ഒരുത്തൻ ചത്ത പോലെ കിടക്കുന്നു. കുറേ നേരം അനങ്ങിയില്ല, പിന്നെ ഞങ്ങൾ പോന്നു. അപ്പോഴാണ് ഞങ്ങൾ കാണുന്ന ഒരു തെരണ്ടി അവിടെ. അവനും അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. റെസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇവന്മാർക്കൊക്കെ. അതേ ഫുഡ് കഴിച്ചിട്ട് മത്തായി കിടക്കുമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ അടുത്ത് വന്ന ഈ കാണുന്ന ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ കുറേ നേരം നോക്കി, ഞങ്ങളധികം വായിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പിന്നെ പോയി. ഇതിങ്ങനെ കളർ ബ്ലൂ ആയി, ഗ്രീനായി, ഇങ്ങനെ കളറിങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ. മ്യൂസിക്കും ഉണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു, നമുക്കതൊരു കടലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തരുന്നുണ്ട് മ്യൂസിക്. ഇത് എന്തോ കടലിലുള്ള എന്തോ ഒരു ജീവിയാണ്, പേരറിയില്ല. ഞങ്ങളത് കുറേ നേരം അതിനെ നോക്കിയിരുന്നു, കാരണം നല്ല രസമുണ്ട് അക്വേറിയം കാണാൻ. ബ്ലൂ കളറും ആ ഓക്സിജൻ സപ്ലൈയും എല്ലാം നല്ല രസമുണ്ട്. പിന്നെ ഈ അക്വേറിയത്തിലുള്ളതൊരു പ്ലാന്റാണ്, വേറെ ഫിഷുകളൊന്നും അകത്തൊന്നുമില്ല. കുറേ നേരം നല്ല രസമുണ്ടായിരുന്നു. അത് കണ്ട് ഞങ്ങൾ നേരെ മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് ഇതാ സീ ലൈഫ് ബ്രൈറ്റൺ നല്ല രസമുണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. അത് നല്ല ബാക്ക്ഗ്രൗണ്ട്, ആ ഗ്രീനറിയും നല്ല ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോഴത്തേനും ഫ്ലോറാകെ മാറി. ഫ്ലോർ മുഴുവൻ മെറ്റിലിട്ട പോലത്തെ ഒരു സെറ്റപ്പ് മണ്ണിലേക്ക്. ഇതാ ഒരു അക്വേറിയത്തിൽ കുറേ കുഞ്ഞൻ മീനുകൾ. അവന്മാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ണാടി പോലിരിക്കുന്ന അവന്മാരുടെ ദേഹം ഇപ്പുറത്ത് നോക്കി അപ്പുറം കാണാവുന്ന രീതിയിൽ നല്ല രസമുണ്ട് അവന്മാരെ കാണാൻ. ആ അക്വേറിയവും നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ ഇവന്മാരിത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വുഡ് കൊണ്ടുള്ള ഇതൊക്കെ നല്ല ആർട്ട് വർക്കാണ്. ഈ അക്വേറിയത്തിലുള്ളതൊരു ബ്ലാക്ക് ഫിഷാണ്. അമ്പ് പോലെ ഇരിക്കുന്ന അവന്മാരുടെ ഒരു ചിറകുകളെല്ലാം കൂടെ വന്നിട്ടൊരു ആർക്ക് ഷേപ്പുണ്ട്. അവന്മാർ അതിൻ്റെ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നതാണ് ഒരു പല്ലിയിനത്തിൽപ്പെട്ടൊരു ഇതാണ്. കൊമോഡോ ഡ്രാഗൺ ആണോ എന്താണെന്ന് അറിയില്ല. അതിങ്ങനെ അനങ്ങാതെ കിടക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുള്ളൂ, പക്ഷെ അവൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ജീവനുള്ള ഒറിജിനലാണ് അവൻ അങ്ങനെ അനങ്ങാതെ കിടക്കുന്നു. അവൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആ ഗ്ലാസിൻ്റെ കവറേജ് കയറി അവനെ തൊട്ടടുത്ത് കാണുകയും ചെയ്യാം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഉറുമ്പുകളാണിത്. ഇവന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഇലയാണ് തിന്നുന്നത്.
ലീഫ് കട്ടറാൻസ് എന്നാണ് അവന്മാരുടെ പേര്. അവന്മാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇത് നോക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാർക്കൊക്കെ ഇത് ഭയങ്കര കൗതുകമാണല്ലോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒന്നുകൂടെ അവൻ അനങ്ങുന്നുണ്ടായിരുന്നു കുറച്ച് നേരം, കൊമോഡോ ഡ്രാഗൺ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് ഇത് അടുത്ത അക്വേറിയം മുഴുവൻ ആമകളുടെ ഫോട്ടോ എടുപ്പുകാരാണ് ചുറ്റും. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു. കുറേ സ്കൂൾ പിള്ളേരാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുത്തടുത്തേക്ക് വന്നു. അവിടെ വന്നപ്പോഴത്തേനും ഒരു അക്വേറിയത്തിൽ ഒരു മീനുകൾ അവന്മാർ അനങ്ങുന്നില്ല, കുറേ നേരം ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ വാൾസിൽ പിരാനയെക്കുറിച്ചാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഷാർപ്പ് ടീത്ത് എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നപ്പോഴാണ് ഇത് ഒരു അക്വേറിയത്തിലൊരു ഒരുത്തം മാത്രം നീലത്തവള, നീലയും കറുപ്പും ഡിസൈനുള്ള തവള, കടലുള്ളതായിരിക്കണം. അവൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നതിൽ, വേറെ ഒന്നും കണ്ടില്ല. ഞങ്ങൾ നേരെ പോകുന്നു. നോ ക്ലൈമ്പിംഗ് എന്നൊക്കെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്ത അക്വേറിയം ഭയങ്കര രസമുണ്ട്, ഇങ്ങനെ കണ്ട് നിൽക്കും നമ്മളിത്. ഇതിൽ ആ കളർഫുൾ മീൻ ഭയങ്കര ഒരു ഫ്ലൂറസെൻ്റ് ബ്ലൂ എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു ഭയങ്കര ലൈറ്റിംഗ് ഉള്ള ടൈപ്പ് ബ്ലൂ. നമ്മൾ മുമ്പേ കണ്ടവന്മാരാണത്, അനങ്ങാതെ നിൽക്കുന്നവന്മാർ. ഇപ്പുറത്തെ സൈഡിൽ കൂടെ കണ്ട് നമ്മളടുത്ത ഡേ ആൻഡ് നൈറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങളിത് അടുത്ത് വന്നിരിക്കുന്നത് ഇതൊരു പ്ലാനറ്റോറിയത്തിലൊക്കെ കാണുന്നല്ലോ 3D എഫക്റ്റ്, നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലൊരു ഫീല്. ഡോൾഫിൻസ്. ഒരു പടുകൂറ്റനാമ. മുമ്പേ നമ്മൾ കുഞ്ഞാമകളെ കണ്ടു, ഇത് വലിയ ആമകൾ. ഇവിടെ ഒരു പവലിയനുണ്ട്, നമുക്കവിടെ ഇരുന്നും കാണാം. നമുക്കിരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞ്. ഇതിൽ എല്ലാം ഓൾമോസ്റ്റ് വലിയ മീനുകളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ബോട്ട് പോലൊരു സാധനമുണ്ട്, അതിലേക്ക് നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്ത് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് ഇങ്ങനെ താഴെ കൂടെ മീനെ കാണാം. ഇത് സ്രാവ്, മീനുകളൊക്കെ ഇങ്ങനെ നീന്തി നടക്കുന്നു. ഗ്ലാസ് ബോട്ടോ അങ്ങനെ എന്തോ ആണത്. ഇതൊരു വലിയൊരു ആമ. ആ ബ്ലൂ കളറും ഒരു ഫുൾ നൈറ്റ് ആംബിയൻസ് ആണ് ഇവരിവിടെ കൊടുക്കുന്നത്. നമ്മൾ നേരെ അവിടെ നിന്ന് നട ഇറങ്ങി താഴേക്ക് വന്നു. ഇവിടെ എല്ലാം ഒരു ബ്ലൂ കളർ, ഒരു നൈറ്റ് ആംബിയൻസ് ആണ്. ഇതിലേക്കൂടെ ഈ ഗ്ലാസ് വിൻഡോയിൽ കൂടെ നോക്കിയപ്പോഴാണ് എന്ത് ഭംഗിയാ. തെരണ്ടി, സ്രാവ്, ഒരു മൊത്തത്തിലൊരു കടൽ തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ മീനുകളും, ആ കടലിൻ്റെ ഭംഗിയും. ഈ കടലിൻ്റെ ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. രസമുണ്ട് ഇങ്ങനെ കാണാൻ. ഒരു കളർഫുൾ എന്തേരെ മീനുകളും, വലിയ മീനുകളും ചെറുമീനുകളും. നമുക്കൊരു നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ വരുന്നതിന്. നമുക്ക് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ കണ്ട് അടുത്ത വിൻഡോയിൽ സെയിം വ്യൂ ആണ്. നമ്മൾ അടുത്ത വിൻഡോയിൽ നിന്ന് ഇപ്പുറത്തെ വിൻഡോയിലേക്ക് മാറി നിന്ന് നോക്കിയെന്നേ ഉള്ളൂ. അപ്പം ഇതേ സ്രാവ് പോകുന്നു, പുറകെ വേറെ ഏതോ മീൻ. നമ്മൾക്കൊന്നും പകുതി മീനിനെ പോലും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല. ഭയങ്കര രസമുണ്ട് കാണാൻ. അത് ഇടയ്ക്കിടയ്ക്ക് ബബിൾസ്, ഓക്സിജൻ സപ്ലൈ എന്നാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ കടലിൻ്റെ ഒരു സംഭവമാണ്. നല്ല രസമുണ്ട് ഇത്, വെള്ളം വരുന്നതൊക്കെ കാണാൻ. പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചവിട്ടുന്നിടത്തെ വെള്ളം മാറിപ്പോവും. ആ കൊച്ചു ചവിട്ടിയതുകൊണ്ടാണ് അവിടെ മൊത്തം വൈറ്റ് കളറായിട്ടിരിക്കുന്നത്. അവിടുത്തെ വെള്ളം തെറിച്ച് പോയതായിട്ട് ഭയങ്കര ഒരു 3D ഒരു ഭയങ്കര രസമുണ്ട്. നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത അക്വേറിയത്തിലേക്ക് വന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു മീൻ അനങ്ങാതെ കിടക്കുന്നു. വന്നപ്പോൾ തൊട്ട് അവൻ ആ കോണിൽ അനങ്ങാതെ കിടപ്പുണ്ട്. സ്രാവിനെയൊക്കെ നമ്മളിങ്ങനെ താഴേന്നും ഭയങ്കര രസമാണ് കാണാൻ. നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. ഇതാ കുറേ കളർഫുൾ മീനുകൾ, പല നിറത്തിലുള്ള മീനുകൾ. പിന്നെ സ്രാവാണല്ലോ മെയിൻ അട്രാക്ഷൻ. അനങ്ങാതെ കിടക്കുന്ന മീൻ അവിടെ അനങ്ങാതെ തന്നെ കിടപ്പുണ്ട്. അവനൊരു
ഒരു ഉദ്ദേശവും ഇല്ല അവിടുന്ന് മാറണമെന്ന് പോലും. നമ്മളങ്ങനെ അത് കുറേ മസാജിങ് ചെയേഴ്സൊക്കെയാണ്. ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുകയാണ്. വ്യൂ നമുക്കൊരു ഭയങ്കര മെൻ്റൽ പീസ്ഫുൾനെസ് കിട്ടുന്ന ടൈപ്പ് ഒരു വിഷ്വൽസാണ് അവിടെ. നമ്മൾ നേരെ ഇത് ട്യൂബിലേക്ക് കയറി, ഒരു ടണൽ പോലെ. ടണലിൽ ഭയങ്കര രസമാണ്. കടലിനടിയിൽ കൂടെ ഒരു ടണൽ വന്ന് ആ ഒരു ഫീലാണ് ഇതിന് തരുന്നത്. നമ്മളതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ നടക്കുന്നു. നമ്മൾ മുമ്പേ നേരത്തെ കണ്ട ആ മീനുകളെ തന്നെയാണ് നമ്മളിവിടെയും കാണുന്നത്, പക്ഷേ വേറൊരു പോയിൻ്റ് ഓഫ് വ്യൂ. വളരെ രസമുണ്ട് കാണാനായിട്ട്. നമ്മളവരെ ഇങ്ങനെ നോക്കി കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ടണൽ. നല്ല രസമുണ്ട്. പല കളറിലുള്ള മീനുകൾ, പാല കളറുള്ള മീൻ, വലിയ മീൻ, ചെറിയ മീൻ, എന്തോരം മീനുകളാണ്. ഞങ്ങൾ നേരെ വ്യൂസ് എൻജോയ് ചെയ്ത് ഓരോ കാഴ്ചകളും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ സമയമെടുത്ത് തന്നെയാണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ അതൊക്കെ ഓരോ മീനുകളെയും കണ്ട് അത്യാവശ്യം ആൾക്കാരുമുണ്ട് ഇതിനകത്ത്. ഞങ്ങൾ കയറിയപ്പോൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടെ ആൾക്കാർ കയറി വന്നു. അപ്പോൾ പതുക്കെ തിരക്ക് കൂടാൻ തുടങ്ങി. അപ്പം നമ്മളിങ്ങനെ വലിയ സ്രാവുകളെയൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ കുറേ നേരം അങ്ങ് നിന്നു. അമ്മമാരുടെ പരിപാടിയും എന്നൊക്കെയാണ് ഇങ്ങനെ വാച്ച് ചെയ്ത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. എന്നിട്ട് ഒരുവിധം ആൾ കൂടിയപ്പോഴത്തേക്കും നമ്മൾ പതുക്കെ, ഇത് വളരെ എനിക്ക് ഭയങ്കര ചെറുതായിട്ട് തോന്നി. ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നെങ്കിലൊന്ന് പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നി. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ആളൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് അതിനകത്ത് നിൽക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ ഇറങ്ങി. അടുത്ത കടൽക്കുതിരയാണിത്. കടൽക്കുതിര ഭയങ്കര തിരക്കാണ് അവന്മാരെ കാണാനായിട്ട്. ഞാനതൊരു കോർണറിൽ പോയി സ്ഥാനം പിടിച്ച് ഒരുത്തനെ ഞാൻ കണ്ടു. ഞാൻ ഇതിനു മുമ്പ് കടൽക്കുതിരനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മമാരുടെ പുറകിലെന്തോ ഫാൻ പോലൊരു സാധനമുണ്ട്, അതുകൊണ്ട് കണ്ടോ അമ്മമാർ നീന്തി പോകണമെന്ന് തോന്നുന്നു. അമ്മമാരുടെ ചിറക് ബാക്കിലാണ്, ചിറകും വാലും ഒക്കെ വെച്ച് അമ്മമാർ നീന്തി പോകുന്ന കാണാനൊരു രസമുണ്ട്. ഇതൊരു കളർഫുൾ യെല്ലോ കളർ ഒരുത്തൻ. അപ്പോൾ അവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അവിടെ തിരക്ക് കൂടി. അവന്മാരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ് ഓരോ ബോർഡുകളിലും ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അക്വേറിയം. ഇവിടെ ഫ്ലാഷ് അടിക്കലെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതെന്തോ കമ്പ് പോലെ ഇങ്ങനെ വെള്ളത്തിൽ കിടപ്പുണ്ട്. എന്ത് തരം ജീവിയാണെന്ന് മനസ്സിലായില്ല. നല്ല രസമുണ്ട്. നമ്മളെല്ലാ വ്യൂ ഇഷ്ടപ്പെടും. നമ്മൾ കാണാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഭയങ്കര ഭംഗിയുണ്ട്. കടലിൻ്റെ ഇത്രയധികം വെറൈറ്റി ഓഫ് മീനുകളുണ്ടെന്ന് തന്നെ നമുക്കിപ്പോഴാണ് മനസ്സിലായത്. ഒരാളിരുന്ന് കാര്യമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് പതുക്കെ നല്ല രസമുണ്ട്. അവന്മാരെ കുറച്ച് നേരം വാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഏരിയ 3-4 അക്വേറിയങ്ങളിൽ അവന്മാർ തന്നെയാണ്. അവന്മാരെ ഇങ്ങനെ കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. അടുത്ത വേറൊരു ടൈപ്പ് മീനുകൾ. ഇവിടെ കയറിയത് ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടലിലെ മീനുകളെ ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കയറിയതൊരു നഷ്ടമായിട്ട് തോന്നിയില്ല. ഞാൻ 4 പൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നെങ്കിൽ പോലും അതെനിക്ക് നഷ്ടമായിട്ട് തോന്നിയില്ല. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വന്ന അടുത്ത അക്വേറിയം. ഫൈൻഡിങ് നീമോ എന്ന് പറയുന്നൊരു മൂവിയുണ്ട്. ആ മൂവിയിലെ അതേ ഫിഷുകൾ. നല്ല രസം. സെയിം പാറ്റേൺ ആണ് അവരുടെ ദേഹത്തുള്ള ആ കളറ്, ഓറഞ്ചും വൈറ്റും കൂടെ വരുന്നത്. നല്ല രസമുണ്ട്. ഞങ്ങളങ്ങനെ അവന്മാരെയും കണ്ട് മുമ്പോട്ട് വാൾസിലെല്ലാം അടിപൊളി ആർട്ട് വർക്ക്സ് ആൻഡ് ഇൻഫർമേഷൻസാണ് മുഴുവൻ എഴുതി നിറച്ചിരിക്കുകയാണ്. പവിഴപ്പുറ്റുകൾ നിറഞ്ഞ കടലുകൾ പോലെ തോന്നിക്കുന്ന കടൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത അക്വേറിയത്തിൽ നീലക്കളറുള്ള മീൻ. അടിപൊളി. അങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് കടന്നു. അടുത്ത സെഷനിലേക്ക് എത്തി. ഇവിടെ ഇതാ കളർ ചേഞ്ചിങ്, ഒരു റെഡ് കളർ, അടുത്ത കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത മീനുകളെ കാണുന്നു. ഒരു ആമക്കൂട്ടൻ ഇങ്ങനെ തന്നെയുള്ളെന്ന് തോന്നുന്നു. അവൻ ബോറടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിക്കൊണ്ടിരിക്കുന്നു. കൂട്ടിന് 3-4 മീനുകളുമുണ്ട്. എല്ലാവരും അവരവരുടേതായ അന്വേഷണങ്ങളിൽ മുഴുകിയിരിക്കുന്നു. നമ്മളങ്ങനെ അടുത്തവന്മാരെ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്.
ഇവിടെ ചെറുമീനുകളാണ് കൂടുതലും തോന്നുന്നു ഈ സെഷനിൽ. ഇവിടെ ഇൻഫർമേഷൻസാണ് മീനുകളെക്കുറിച്ചും അക്വേറിയത്തെക്കുറിച്ചും മറ്റുമുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മളങ്ങനെ അടുത്ത അക്വേറിയത്തിൽ ഇവിടെയുണ്ട് രാമക്കുട്ടൻ. അവൻ വേറെ ടൈപ്പ് രാമക്കുട്ടനാണ്, മറ്റവനേക്കാൾ ഇച്ചിരി വലിപ്പമുള്ളവനാണ്. അവനങ്ങനെ അവിടെ ഇരിക്കുന്നു. മറ്റു മീനുകൾ അവരുടേതായ പരിപാടികളിൽ മുഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി തുടിക്കുന്നു. അവനവിടെ അവൻ്റേതായ പരിപാടിയിൽ അവനും നീന്തി തുടിക്കുന്നു. ഇതാ ആൾക്കാരൊക്കെ ആവേശഭരിതരായിട്ടാണ് അക്വേറിയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല വലിപ്പമുള്ള കുറേ മീനുകൾ, അമ്മമാർ നല്ല സൈസ് മീനുകളാണ്. നല്ല രസമുണ്ട് കാണാൻ. അമ്മമാർക്കങ്ങനെ പതുക്കെയാണ് അമ്മമാരുടെ നീന്തലുകൾ. അമ്മമാർ ഭയങ്കര സമാധാനപ്രിയരാന്ന് തോന്നുന്നു. വലിയ ആവേശമൊന്നുമില്ല, പതുക്കെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നീന്തുന്ന ടീംസാണ്. ഞങ്ങളങ്ങനെ അവന്മാരെ ഇങ്ങനെ നോക്കി പതുക്കെ ഞങ്ങളും എൻജോയ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. വീണ്ടും നമ്മൾ ഇത് ആ കഫേ തന്നെയാണ്. നമ്മൾ മുമ്പേ ഓപ്പോസിറ്റ് വഴി കൂടിയാണ് വന്നത്. അടുത്ത സെഷൻ ഓഫ് മീനുകളാണ്. അവന്മാരെ ഇങ്ങനെ വ്യൂസൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഇവിടെ ഓരോരുത്തർ അവരുടേതായ പരിപാടികളിൽ എന്തോ ഗെയിംസാണ്, അവരവിടെ ബിസി ആയിട്ടിരുന്ന് കളിക്കുന്നു. പിന്നെ കുറച്ച് ഫിഷ് റിലേറ്റഡ് ഐറ്റംസിൻ്റെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇവിടെ നമ്മളത് ജസ്റ്റ് കണ്ടു. നമ്മളങ്ങനെ അവയും കണ്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ്. അടുത്ത അക്വേറിയം മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു അടിപൊളി അക്വേറിയമാണ് ബ്രൈറ്റൺ സീ ലൈഫ് അക്വേറിയം. UK തന്നെ 3-4 അക്വേറിയംസ് ഉണ്ട്. സീ ലൈഫ് അക്വേറിയം പല ഭാഗങ്ങളിൽ ലണ്ടനിലുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് വന്നത് ബ്രൈറ്റണിലാണ്. ഇത് അടിപൊളി ഒരു അക്വേറിയമാണ്. ഇനി ലണ്ടനിലേക്ക് ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത് ഇവന്മാർ കടൽ ജെല്ലികളാണ്. നല്ല രസമുണ്ട് അവന്മാർ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാണാൻ. കുറേ എണ്ണം ഉണ്ട് അവിടെ. ഇവൻ തന്നെ ഉള്ളൂ. ഇവന് കുറേ വാലും തുമ്പുമൊക്കെ ഇങ്ങനെ താഴോട്ട് പടർന്ന് കിടപ്പുണ്ട്. അവൻ നീന്തി തുടിക്കുകയാണ്. കുറേ നേരം ഞങ്ങൾ അവനെ ഇങ്ങനെ നോക്കി നിന്നു. അത് നീന്തുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ എല്ലാത്തിനും നല്ല രീതിയിൽ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. കടലിൻ്റെ അറ്റ്മോസ്ഫിയറും മീനുകളും എല്ലാം ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്പട കുറേ കുഞ്ഞു മീനുകൾ, കുറേ കുഞ്ഞന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്നു. അങ്ങനെ അപ്പോൾ ബ്രൈറ്റൺ സീ ലൈഫ് അക്വേറിയം കാണാൻ വരുന്നവർ മാക്സിമം നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ട ടൈമിൽ സ്ലോട്ട് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് വേണം നമുക്ക് കയറാൻ. ഇവരുടെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പാണ്. ഒന്ന് സ്ലോട്ട് ബുക്ക് ചെയ്ത എൻട്രി, അത് നോർമൽ പേയ്മെൻറ്റിൽ. അപ്പോൾ നമ്മൾ ആ സ്ലോട്ടിൽ ഇത്ര ആൾക്കാരെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഓരോ സ്ലോട്ട് അവൈലബിലിറ്റി അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ കറക്റ്റ് വന്ന് കയറാമെന്നാണ്. പിന്നെ ഉള്ളത് സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ പേ കൊടുത്തിട്ട് എനി ടൈം എൻട്രി കയറണം. ഇവിടെ ഞങ്ങളകത്ത് കയറിയപ്പോൾ കാര്യമായിട്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു, എങ്കിൽ പോലും ഇവർ സ്ലോട്ട് ഫുള്ളായിട്ടാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്ട്രാ പേ കൊടുത്ത് അകത്തേക്ക് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഇവന്മാരെ ഇങ്ങനെ കണ്ട് മുന്നോട്ട്. ഇത് നാട്ടിലെ കിളിമീൻ്റെയൊക്കെ ഒരു സെറ്റപ്പുണ്ട്. ഒരു റെഡ് കളർ മീനാണ്. ഇവന്മാർ ഇവിടെ എല്ലാ അമ്മമാരും ഈ കോർണറിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. ഇവന്മാരുടെ ഗ്യാങ്
ലാസ്റ്റ് അവസാന അക്വേറിയത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് അക്വേറിയം. അവന്മാരെയും കണ്ട് നമ്മൾ പതുക്കെ എക്സിറ്റിലേക്ക് പോകാം. ഇതൂടെ ഉള്ളൂ, നമുക്കിനി നേരെ പോകുന്നതാണ്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രൻസിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് ഒരു QR കോഡ് വരും. അത് നമ്മൾ നേരെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോസ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ സീ ലൈഫ് അക്വേറിയം. ഞങ്ങൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.